ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും യാത്രക്കാർ നേരിടുന്ന ചൂഷണങ്ങൾ നിരവധിയാണ്. പരാതിപ്പെട്ടാലും പലപ്പോഴും അനുകൂലമായ നടപടികൾ ലഭിക്കാറില്ല. താൽക്കാലിക നടപടി ഉണ്ടായാൽ പോലും തുടർ നടപടികളോ പരാതിക്ക് കാരണമായ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടാനോ സാധിക്കുന്നില്ല. ഇത്തരം സാഹചര്യങ്ങൾ തുടരുന്നതിനിടെ ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയ ട്രാവൽ വ്ളോഗറുടെ അനുഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. കനേഡിയൻ യുവതി ക്ലോഡിയ ഫലൻഡ എന്ന യാത്രാ വ്ളോഗർ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് താൻ നേരിട്ട ഒരു തട്ടിപ്പ് ശ്രമത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. തനിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങളും വെല്ലുവിളികളും തുറന്നു കാണിക്കുന്നതാണ് ക്ലോഡിയയുടെ ഈ വീഡിയോ. യാതൊരുവിധ മറകളുമില്ലാതെ യാത്രയുടെ യഥാർത്ഥ മുഖം കാണിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും യാത്ര എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കില്ലെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് ഒരാൾ കൂടുതൽ വളരുന്നതെന്നും അവർ പറയുന്നു. എന്നാൽ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തനിക്ക് നേരിട്ട ദുരനുഭവം തന്നെ ചൊടിപ്പിച്ചെന്നും ദേഷ്യത്തിലാക്കിയെന്നും ക്ലോഡിയ വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നതിനിടെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് തട്ടിപ്പ് ശ്രമം ക്ലോഡിയയ്ക്ക് നേരിടേണ്ടി വന്നത്. ഈ അനുഭവം അവർ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ പങ്കുവച്ചു. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരാൾ തന്നെ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് യുവതി പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് 8 മണിക്കൂർ നീണ്ട ട്രെയിൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. ഊബറിലാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. എന്നാൽ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരാൾ പ്രവേശന കവാടത്തിൽ വെച്ച് തടയുകയും ട്രെയിൻ ടിക്കറ്റ് കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തൻ്റെ ട്രെയിൻ ടിക്കറ്റ് സാധുവല്ലെന്ന് അയാൾ പറഞ്ഞു. അയാൾ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രശ്നം പരിഹരിക്കാനായി ദൂരെയുള്ള ഓഫീസിലേക്ക് തന്നെ കൊണ്ടുപോകാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തു. ഏകദേശം 10 മിനിറ്റോളം അയാളുമായി തർക്കിച്ചു. ഒടുവിൽ തൻ്റെ കയ്യിലുള്ള മറ്റു ടിക്കറ്റുകൾ കാണിച്ചപ്പോൾ അയാൾ തന്നെ വിട്ടയച്ചെന്നും ക്ലോഡിയോ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് തന്നെ പറ്റിക്കാനുള്ള ഒരു ശ്രമമായിരുന്നെന്നും യുവതി പറഞ്ഞു. ട്രെയിൻ പുറപ്പെടാൻ വെറും 10 മിനിറ്റ് മാത്രം ബാക്കിയുള്ളത് കൊണ്ടാണ് താൻ അത്രയധികം സമ്മർദ്ദത്തിലായതെന്നും ദേഷ്യപ്പെട്ടതെന്നും ക്ലോഡിയ വ്യക്തമാക്കി. തൻ്റെ ട്രെയിൻ മിസ്സാകാൻ വേണ്ടി അയാൾ സമയം കളയുകയായിരുന്നു. അപ്പോൾ അയാൾക്ക് തന്നെ ഒരു പുതിയ ടിക്കറ്റ് നൽകാമായിരുന്നുവെന്നും ക്ലോഡിയ പറയുന്നു. സ്റ്റേഷനകത്തേക്ക് കടന്നപ്പോൾ തൻ്റെ പ്ലാറ്റ്ഫോം അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്ന് ക്ലോഡിയ പറഞ്ഞു. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ സഹായിക്കുകയും സ്റ്റേഷന് പിന്നിലെ ഇടനാഴികളിലൂടെ വഴി കാണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ കൃത്യസമയത്ത് ട്രെയിനിൽ കയറാൻ സാധിച്ചു. ഈ സംഭവം തീവ്രമായ ഒരു ദുരനുഭവമായിരുന്നുവെന്ന് ക്ലോഡിയ പറഞ്ഞു. ട്രെയിനിൽ യാത്രാമധ്യേ കണ്ടുമുട്ടിയ ഒരു കുടുംബം ആശ്വസിപ്പിക്കുകയും വാരണാസിയിലേക്കുള്ള യാത്ര ആസ്വദിക്കാൻ സഹായിക്കുകയും ചെയ്തു. പിന്നാലെ ട്രെയിനിലെ മനോഹരമായ കാഴ്ചകൾ താൻ ആസ്വദിച്ചു. തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും യാത്രയുടെ ബാക്കി ഭാഗം വളരെ സുഖകരമായിരുന്നെന്ന് യുവതി കൂട്ടിച്ചേർത്തു. യുവതിയുടെ വീഡിയോയ്ക്ക് നിരവധി പേർ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ പങ്കുവച്ചു. പലരും അവരുടെ സംയമനത്തെയും തിരിച്ചറിവിനെയും പ്രശംസിച്ചു. ക്ലോഡിയയുടെ സത്യസന്ധമായ പോസ്റ്റ് പല യാത്രക്കാർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ചിലർ പറയുകയും ചെയ്തു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.